ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നന്ദു ആൻഡ് നവനൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇതൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പോഴും നിങ്ങളിവിടെ കുറേ കളിപ്പാട്ടങ്ങൾ ചേർത്തിട്ട് എടുക്കുന്നതല്ലേ കാണാറ്, അതൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇങ്ങനെയുള്ള സോഫകൾ വീട്ടിലുണ്ടെങ്കിൽ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇങ്ങനത്തെ സോഫകളൊക്കെ വയ്ക്കുമ്പോഴേ നിങ്ങൾ അടിയിലോട്ട് സ്പേസ് ഇല്ലാത്ത രീതിയിലുള്ള സോഫകൾ എടുക്കാൻ ശ്രദ്ധിക്കണം, കുഞ്ഞുങ്ങളുള്ളവർ. കാരണം ഇവിടുത്തെ നവനൂട്ടിനെ പോലുള്ള ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കളിപ്പാട്ടങ്ങളൊക്കെ അതിൻ്റെ അടിയിലോട്ടൊക്കെ വലിച്ചെറിഞ്ഞിടും. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ മൊത്തമായിട്ട് ഇവരെ കളിപ്പാട്ടങ്ങളും എല്ലാ സാധനങ്ങളും വലിച്ചെറിഞ്ഞിട്ടിട്ടുണ്ടാവും. അപ്പോൾ നവനൂട്ടനും അനിയന്മാരും ഒക്കെ കൂടി കളിച്ചിട്ടുള്ള കളിപ്പാട്ടങ്ങളെല്ലാവരും അതിൻ്റെ അടിയിലോട്ട് ഇട്ടാക്കിയാണ്. അപ്പോൾ അതെല്ലാവരും വാരിയിട്ട് ഞാനത് വേണ്ടാത്തത് കുറേയൊക്കെ മാറ്റി പഴയ തരം എടുക്കാൻ വരുമ്പോൾ കൊടുക്കും. ബാക്കിയുള്ള കുറച്ച് കളിപ്പാട്ടങ്ങളെടുത്ത് കൊട്ടയിലാക്കി വെക്കും. ഈ കൊട്ടയ്ക്ക് ഒരു 10-13 വർഷത്തെ പഴക്കമുള്ള കൊട്ടയാണ്. അതിലിട്ട് വെക്കുന്നതാണ് അവനിഷ്ടം. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചില്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ കുറച്ച് നേരം അടങ്ങിയിരുന്ന് കളിക്കില്ല. പിന്നെ എപ്പോഴും എന്നെ അടുക്കളയിൽ എൻ്റെ ഒപ്പം പാചകത്തിലായിരിക്കും. അപ്പം എൻ്റെ പണി നടക്കില്ല എന്നുള്ളത് കൊണ്ട് എല്ലാ കളിപ്പാട്ടവും ഞാൻ കളയില്ല, കുറച്ച് അവന് വേണ്ടി എടുത്ത് വെക്കും. എല്ലാ കളിപ്പാട്ടങ്ങളും പൊട്ടി ആകെ നാശം ഏതാണെങ്കിൽ കൂടി ഞാൻ അവന് വേണ്ടിയിട്ട് അതെല്ലാവരും കുറച്ചൊക്കെ എടുത്ത് വെക്കാറുണ്ട്. ഇനിയിപ്പോൾ ഈ ക്ലീനിങ് കഴിഞ്ഞാലും ആൾ വൈകിട്ട് വരുമ്പോൾ ഇതുപോലെ തന്നെ ആക്കിയിടും. എന്നാലും അവരുടെ പ്രായം അതല്ലേ, നമ്മൾ അതും കൂടെ ഒന്ന് ഇതാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവന് ഇഷ്ടം പോലെ കളിക്കും. അത് കഴിഞ്ഞ് അവൻ പോയി കഴിയുമ്പോൾ ഞാൻ തന്നെ ക്ലീൻ ചെയ്ത് വെക്കും രാത്രിയൊക്കെ. അതല്ലെങ്കിൽ അവൻ പഠിക്കാൻ പോയി കഴിയുമ്പോൾ ക്ലീൻ ചെയ്യും. അപ്പം നിങ്ങൾ ഇതുവരെ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് കിടക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ലല്ലോ. എപ്പോഴും അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കാറൊക്കെ. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ കളിപ്പാട്ടങ്ങളായിരിക്കുള്ളൂ എപ്പോഴും. ചിലപ്പോഴൊക്കെ ഞാൻ അവരോട് പിള്ളേരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ചെയ്യാറുണ്ട്. കാരണം ഇതെല്ലാം നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം. മാത്രമല്ല ഇതൊക്കെ ഇങ്ങനെ വലിച്ചെറിഞ്ഞിടുമ്പോൾ ചിലപ്പോൾ നമ്മൾ തന്നെ അതുമ്പോൾ ചവിട്ടി തെന്നി വീഴാനും ഇടവരും. അപ്പോൾ ഞാൻ അവരെ പിണങ്ങിയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ വലിയ കാര്യമൊന്നുമില്ല. അവരത് കഴിയുമ്പോൾ തിരികെ ഏറി തുടങ്ങും, കളിപ്പാട്ട് എറിയൽ തുടങ്ങും, അങ്ങാടിങ്ങാട് എറിയലൊക്കെ തുടങ്ങും. അപ്പം മിക്കപ്പോഴും ഈ സോഫയുടെ അടിയിൽ മൊത്തം കളിപ്പാട്ടങ്ങളായിരിക്കുള്ളൂ. അപ്പോൾ അത് മാറ്റാതെ നമുക്കത് ക്ലീൻ ചെയ്യാനോട്ട് പറ്റുകയുമില്ല. അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഒക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റും കൂടെ വിരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയൊക്കെ കഴിയാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രാവശ്യം എൻ്റെ ഒരു കൂട്ടുകാരത്തി വന്നപ്പോൾ ഇവിടുത്തെ കളിപ്പാട്ടങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, എൻ്റെ മോൻ ഇങ്ങനെ ഒന്നും ചെയ്യാറില്ല, അവന് ഒരു ബുക്കും ഒരു പേനയും കൊടുത്തു കഴിഞ്ഞാൽ അവൻ അവിടെ ഇരുന്ന് കളറടിച്ചിരുന്നോളും, അല്ലാതെ അവനിങ്ങനെ കിടന്ന് ഓടിക്കളിക്കുക ഇങ്ങനെ കളിപ്പാട്ടം വലിച്ചെറിയുക ഒന്നും ചെയ്യില്ല എന്ന് പറയുകയാണ്. പക്ഷേ എനിക്കത് കേട്ടിട്ടൊന്നും തോന്നിയില്ല. കാരണം എല്ലാ മക്കളും ഒരുപോലെ ഇരിക്കില്ല. ചില കുട്ടികൾക്ക് അനങ്ങാതെ ഇരുന്ന് കളിക്കാനായിരിക്കും ഇഷ്ടം, ചില കുട്ടികൾക്ക് ഓടിക്കളിക്കാനായിരിക്കും ഇഷ്ടം. ഞങ്ങളുടെ ആൺകുട്ടികളെല്ലാവരും ഓടിക്കളിക്കുന്ന കൂട്ടത്തിലാണ്, ആർക്കും ഇരുന്ന് കളിക്കാൻ വലിയ താല്പര്യമുള്ള ആൾക്കാരല്ല. അതേസമയം പെൺമക്കളെല്ലാവരും ഇരുന്ന് കളിക്കുന്ന കൂട്ടത്തിലുമാണ്. അപ്പോൾ 2 കൂട്ടരെയും നമുക്കറിയാവുന്നത് കൊണ്ട് നമുക്കൊന്നും തോന്നാറില്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ വൈകുന്നേരമായി, നമ്മുടെ കളിക്കാനുള്ള ആളുകളൊക്കെ എത്തി. അപ്പോൾ ഇത്രയും നേരം വരെ എൻ്റെ ഈ ക്ലീനിങ്ങിന് ആയുസ് ഉണ്ടാവാറുള്ളൂ സാധാരണ. അപ്പോൾ ഇന്നിപ്പം ഞാൻ വൃത്തിയുടെ ആക്കരുതട്ടാന്ന് പറഞ്ഞ കാരണം കൊണ്ട് എന്തോ വലുതായിട്ടൊന്നും വലിച്ചെറിഞ്ഞിട്ടിട്ടില്ല ഒന്നും. അപ്പോൾ എല്ലാവരും ഭയങ്കര കളിയിലാണേ. അപ്പോൾ നമ്മുടെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അച്ചടക്കത്തോടെ അടുക്കും ചിട്ടയോടെ മാത്രം ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലല്ലോ. അതിൽ കുഞ്ഞുങ്ങൾക്ക് ഓടിക്കളിക്കാനും അവരുടെ സന്തോഷത്തിനും കൂടെ ഒരു ഭാഗമല്ലേ നമ്മുടെ വീടെന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടാവണം. പിന്നെ ഇപ്പോൾ കുഞ്ഞുങ്ങളില്ലെങ്കിൽ തന്നെ അവർ പ്രായം കഴിയുമ്പോൾ ഇവർ ഈ കളികളൊക്കെ മാറ്റൂലേ. അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കിളികളായാലും മീനുകളായാലും ചെടികളായാലും അല്ലെങ്കിൽ ഒരു കുഞ്ഞു പട്ടിക്കുട്ടിയോ അല്ലെങ്കിൽ ഒരു പൂച്ചക്കുഞ്ഞോ എന്തുമാകട്ടെ, നമ്മൾ പാട്ട് കേൾക്കുന്ന റേഡിയോ പാട്ടുപെട്ടിയോ നമ്മുടെ മനസ്സിനെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കുന്ന, നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന എന്തും നമ്മുടെ വീട്ടിൽ ഉൾപ്പെടുത്തുക. പിന്നെ ഇതൊന്നും അല്ലെങ്കിൽ കുറേ പുസ്തകങ്ങളായാലും അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും വ്യത്യസ്തം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ വീടിനെ നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീട് നമുക്ക് വലിയൊരു സ്വർഗം തന്നെയാണ് അല്ലേ. വീട്ടിൽ നിന്ന് നമുക്ക് എങ്ങും പോകാൻ തോന്നില്ല. അപ്പോൾ നമ്മൾ ഫോൺ ഉപയോഗിക്കാത്ത ഒരു 5 മിനിറ്റ് നേരം നമുക്കിഷ്ടപ്പെട്ട ഈ ഇഷ്ടങ്ങളെല്ലാം കണ്ടെത്തി അതിനു വേണ്ടി ഒരു 5 മിനിറ്റ് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് കിട്ടുന്ന സന്തോഷം അതൊരു വേറെ ലെവലാണ്. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളാണ്
ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കുന്നതും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഇഷ്ടങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോകളിൽ എല്ലാത്തിലും കാണാറ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ. ശരിയാണ്.